അസ്സലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഡേറ്റ്സ് ഉണ്ട് ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണിത്. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇതിനായിട്ട് ആദ്യം ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇത് ഒരു ബാറ്ററായിട്ട് കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളത്തിൽ തന്നെ ചെയ്താൽ മതി. നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഇതായി കട്ടിയിൽ ഒന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഈ സമയത്ത് നമുക്കിവിടെ ഈത്തപ്പഴം പിന്നെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതും കുറച്ച് ബദാമും തേങ്ങയും പിന്നെ ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്നിച്ച് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം ഈത്തപ്പഴവും ബദാമും മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്തിട്ടൊന്ന് ഒന്നുകൂടെ പിന്നെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് മിൽമ ഗീ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഗീ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഗീയും പിന്നെ ഈ മധുരവും തേങ്ങയും നട്ട്സിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതുപോലെ എന്നിട്ട് പിന്നെ ഓരോ കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി ഇത് നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇപ്പം നമ്മൾ ഇതാ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആദ്യം. ഇനി ഇപ്പോൾ ഈ സമയത്ത് ഇത് പൊങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ പൊങ്ങി വന്നതൊക്കെ ഒന്ന് താഴ്ന്നു പോകുമല്ലോ. ഇതുപോലെ ഇതാ ഈ തിക്നെസ്സിലാണ് വേണ്ടത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഈ തിളച്ച എണ്ണയിലേക്ക് ഈ ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല വീർത്ത് വന്ന് നല്ല ഉരുണ്ട ഷേപ്പായിട്ട് വരും. ഒന്ന് ഈസ്റ്റൊക്കെ ചേർത്ത മാവാണല്ലോ. അപ്പോൾ നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ താഴ്ഭാഗം ഒന്ന് പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ്സിൻ്റെ ബോണ്ടയാണിത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണല്ലോ. അപ്പോൾ തേങ്ങയായാലും പിന്നെ ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ അടുത്തും എന്തായാലും ഈത്തപ്പഴമൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് വഴറ്റാനും വറുക്കാനും അങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്നൊരു മധുര പലഹാരം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. പിന്നെ കൂടുതൽ ചേരുവകൾ അങ്ങനെയൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത്. പുതിയ റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.